സാംസങ് ഗാലക്സി S23 അൾട്ര വേഴ്സസ് നമ്മുടെ സാംസങ് ഗാലക്സി S24 അൾട്ര. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇവർ രണ്ടുപേരും തമ്മിലുള്ള കമ്പാരിസൺ ആണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ക്യാമറ സ്പെക്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് രണ്ടിനും 200 MB മെയിൻ ക്യാമറ വരുന്നുണ്ട്, രണ്ടുപേർക്കും 12 MB അൾട്രാ വൈഡ്, രണ്ടുപേർക്കും 10 MB ഒരു ടെലിഫോട്ടോ വിത്ത് 3x ഒപ്റ്റിക്കൽസും പോർട്രേറ്റ്സ് ഒക്കെ എടുക്കാൻ വേണ്ടി അടിപൊളിയായിട്ട്. ആൻഡ് ദെൻ പുതുതായിട്ട് 50 MB ഒരു പെരിസ്കോപ്പ് ടെലിഫോട്ടോ വന്നിട്ടുണ്ട് 5x ഒപ്റ്റിക്കൽ അല്ലേ. ആൻഡ് പ്രീവിയസ്ലി ഇവിടെ ഉണ്ടായിരുന്നത് 10 MB പെരിസ്കോപ്പ് ടെലിഫോട്ടോ ആയിരുന്നു, 10x ഒപ്റ്റിക്കൽ ഉണ്ടായിരുന്നു. പക്ഷെ 10 MB ഡയറക്റ്റ് ആയിട്ട് 50 MB അപ്ഗ്രേഡ് ഉണ്ട്. സോ അതിന്റെ ഔട്ട്പുട്ടിലൊക്കെ ഡിഫറൻസ് കാണോ? ലെറ്റ്സ് ഫൈൻഡ് ഔട്ട്. പിന്നെ നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വേറെ ഫാക്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് നേരത്തെ ഇപ്പോൾ ഫോട്ടോ എടുക്കുവാണെങ്കിൽ നേരത്തെ നമുക്ക് 0.66 അൾട്രാ വൈഡ്, 1x, 3x, 10x മാത്രമായിരുന്നു നമ്മുടെ S23 അൾട്രയിലെ ഫോട്ടോ മോഡിൽ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ നമുക്ക് എക്സ്ട്രാ അതിനകത്ത് 0.66 ഉണ്ട്, 1x ഉണ്ട്, 3x ഉണ്ട്, പിന്നെ പുതിയ ടെലിഫോട്ടോയുടെ 5x, പിന്നെ നമുക്ക് 10x വരുന്നുണ്ട്. ആൻഡ് ഓൾ ദ അപ് ടു 100x പോകാൻ പറ്റും നമ്മുടെ S24 അൾട്ര. പോർട്രേറ്റ് നോക്കുവാണെങ്കിൽ നമുക്ക് 1x, 2x, 3x ആയിരുന്നു S23 അൾട്രയിൽ ഉണ്ടായിരുന്നത്. S24 അൾട്രയിൽ 1x ഉണ്ട്, 2x ഉണ്ട്, 3x ഉണ്ട്, ആൻഡ് 5x നമുക്ക് അവൈലബിൾ ആണ്. ആൻഡ് നെക്സ്റ്റ് ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇതിന്റെ പ്രോ വീഡിയോ മോഡ് ഉണ്ടോ 4K at 120 FPS സൂപ്പർ സ്മൂത്ത് ആയിട്ട് നമ്മുടെ വീഡിയോ റെക്കോർഡിംഗ് അവൈലബിൾ ആണ്. നമ്മുടെ ക്യാമറ സാമ്പിൾ സ്റ്റാർട്ട് ചെയ്യാം. സോ ഇതാണ് ഓൺ ദ ലെഫ്റ്റിലായിരിക്കും എല്ലാ S23 അൾട്ര ഓൺ ദ ലെഫ്റ്റ് ആൻഡ് S24 അൾട്ര ഓൺ ദ റൈറ്റ് ആണ്. ആൻഡ് ദ ഫസ്റ്റ് പിക് രണ്ടും ഓൾമോസ്റ്റ് ഐഡന്റിക്കൽ ആണ്. സോ വലിയൊരു ഡിഫറൻസ് ഫീൽ ചെയ്യുന്നില്ല. ആൻഡ് അനദർ പിക് ആൻഡ് യു കൻ സീ ആ ഒരു രണ്ടും ഇച്ചിരി ലൈറ്റ് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. ആൻഡ് ഇഫ് യു ഒബ്സർവ് റിയലി ക്ലോസ്, കളേഴ്സ് ഉണ്ടല്ലോ കുറച്ചും കൂടെ അടിപൊളിയായിട്ട് കണ്ടോ, കളേഴ്സ് ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. ദാറ്റ് മീൻസ് ഇച്ചിരി സാച്ചുറേറ്റഡ് ആയിട്ട് കളേഴ്സ് S23 അൾട്ര ക്യാപ്ചർ ചെയ്തു. പക്ഷേ ഡീറ്റെയിലിംഗ് നോക്കി കഴിഞ്ഞാൽ ശരിക്കും ക്ലോസ് ആയിട്ട് ഒബ്സർവ് ചെയ്ത് ഈ ഡീറ്റെയിലിംഗ് കുറച്ചും കൂടെ കൂടുതലായിട്ട് കിട്ടിയേക്കുന്നത് S24 അൾട്രയുടെ ക്യാമറ. ദാറ്റ് മീൻസ് ആ 50 MB പെരിസ്കോപ്പ് ടെലിഫോട്ടോ ആയിരുന്നു, ഇവിടെ നമുക്ക് 10 MB ആണല്ലോ. സോ ആ ഒരു ഡിഫറൻസ് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ ഈ കളേഴ്സ് എനിക്ക് കുറച്ചും കൂടെ ഇഷ്ടപ്പെട്ടത് നമ്മുടെ S23 അൾട്ര വേഴ്സസ് ഡീറ്റെയിലിംഗ് കുറച്ചും ഇഷ്ടപ്പെട്ട S24 അൾട്രയാണ്. വിച്ച് വൺ ഐ വുഡ് പിക്ക് എന്ന് വെച്ചാൽ ഞാൻ S24 അൾട്രയാണ് പിക്ക് ചെയ്യുക. ആൻഡ് നെക്സ്റ്റ് രണ്ടിലെയും S23 അൾട്രയിലെയും രണ്ടിലെയും 1x ഷോട്ട് ആണ്. രണ്ടും പക്ക നോക്കി അറിയാം കണ്ടോ, രണ്ടും പക്കയാണ്, ഡിഫറൻസ് ഒന്നും ഫീൽ ചെയ്യുന്നില്ല. ആൻഡ് നെക്സ്റ്റ് നമ്മുടെ 2x. സോ രണ്ടൊന്നും ക്ലോസ് ഓക്കെ കണ്ടോ, പക്ക. ആൻഡ് നെക്സ്റ്റ് ഷോട്ട് 3x. സോ ഇവിടെ S24 അൾട്ര കുറച്ചൊരു മൈനർ ഇമ്പ്രൂവ്മെന്റ് നോക്കിയറിയാം. ഈ രണ്ട് ഫ്ലവർ നോക്കിയറിയാം, ഇവിടെ കണ്ടോ കുറച്ചും കൂടെ കളേഴ്സ് ഒക്കെ കുറച്ചും കൂടെ ലൈറ്റ് ആയിട്ട് ഷാർപ്പ് ആക്കിയിട്ടുണ്ട്. ആൻഡ് യാ ദാറ്റ്സ് ഇറ്റ്. വലിയൊരു ഡിഫറൻസ് ഇല്ല, ബട്ട് സ്റ്റിൽ ഇഫ് യു ലുക്ക് ക്ലോസ് ലൈറ്റ് ആയിട്ട് ഇമ്പ്രൂവ്മെന്റ് എനിക്ക് S24 അൾട്ര ഫീൽ ചെയ്യുന്നുണ്ട്. ആ കളേഴ്സിന്റെ കാര്യത്തിന് ആ ഒരു ലൈറ്റ് ഡീറ്റെയിലിംഗിന്റെ കാര്യത്തിൽ. ആൻഡ് നെക്സ്റ്റ് നമ്മുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള 5x ടെലിഫോട്ടോയുടെ അഡ്വാൻറ്റേജ്. ഇവിടെ നമുക്ക് 3x വരെ ഉള്ളൂ. സോ 3x വേഴ്സസ് നമ്മുടെ 5x. സോ നല്ലൊരു ക്വാളിറ്റി ഡിഫറൻസ് ഫീൽ ചെയ്യുന്നുണ്ട്, നല്ല ക്വാളിറ്റി. ഇവിടെ നമുക്ക് 4.9x ആക്കിയാലും ആ ഒരു ക്വാളിറ്റി മിസ് ആവുന്നുണ്ട് നമ്മുടെ S23 അൾട്രയിൽ. നെക്സ്റ്റ് നമ്മുടെ സെൽഫീസ് ആണ്. സോ രണ്ടും പക്ക എന്ന് പറയാം. ആൻഡ് ഈ കളർ ടോണിലെ ലൈറ്റ് ആയിട്ടൊരു വാം എനിക്ക് S23 അൾട്ര ഫീൽ, കുറച്ചും കൂടി ഒരു നാച്ചുറൽ ടോൺ S24 അൾട്ര കൊണ്ടുപോകാനുണ്ട് ലൈറ്റ് ആയിട്ട്. പക്ഷെ ഒരു ഒറ്റ ഗ്ലാൻസ് നമുക്ക് ഡിഫറൻസ് മനസ്സിലാവില്ല. ഇപ്പൊ നോക്കിയാൽ എൻ്റെ ഹെയർ സ്ട്രാൻസ് ഒക്കെ ഉണ്ടോ, അവിടെ കുറച്ചും കൂടെ എൻ്റെ എക്സാക്റ്റ് കളർ ഇതാണ് വന്നിരിക്കുന്നത്. ഹെയർ ഇത് ഇച്ചിരി ഒരു ബ്ലാക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ലൈറ്റ് ആയിട്ട് വളരെ ലൈറ്റ് ആയിട്ട് ഒരു വാമ പറയാൻ തക്കയില്ല, ബട്ട് സ്റ്റിൽ ദർ ഇസ് എ മൈനർ ഡിഫറൻസ്. ആൻഡ് ഇൻ ദിസ് സിനാരിയോ ഓൾമോസ്റ്റ്. ആൻഡ് ഇഫ് യു നോക്കി കഴിഞ്ഞാൽ അറിയാം, ശരിക്കും ക്ലോസ് ആക്കി ചെറിയൊരു ഫേസിൽ ചെറിയൊരു വാംനെസ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് S23 അൾട്രയിൽ. ആൻഡ് ഇത് ഓൾമോസ്റ്റ് ക്ലോസ് ടു നാച്ചുറൽ ആണ് നമ്മുടെ S24 അൾട്ര ഓൺ ദ റൈറ്റ്. ആൻഡ് നെക്സ്റ്റ് നമ്മൾ 200 MB മോഡാണ് രണ്ടുപേരുടെ. ആൻഡ് രണ്ടുപേരും മാക്സിമം ക്രോപ്പ് ചെയ്താലും നല്ല ഡീറ്റെയിലും കിട്ടുന്നുണ്ട്. ഒരു മച്ച് ഡിഫറൻസ് ഒന്നും രണ്ടുപേർക്കും പറയാനില്ല, രണ്ടും പക്കാതെ കിട്ടിയിട്ടുണ്ട് നമ്മുടെ 200 MB മോഡ്. ആൻഡ് നെക്സ്റ്റ് നമ്മുടെ മാക്രോ ഷോട്ട്. മാക്രോ ഷോട്ട് ഡെഡിക്കേറ്റഡ് മോഡല്ല, നമ്മുടെ 0.6 അൾട്രാ വൈഡ് എന്നാണ് മാക്രോ ഷോട്ട് എടുക്കുന്നത്. എനിക്ക് പേഴ്സണലി S23 അൾട്ര ഉണ്ടല്ലോ കുറച്ചും കൂടെ ആ ഒരു മാക്രോ ഷോട്ട് എടുത്തപ്പോഴും ആ ഒരു ബ്രൈറ്റ്നസ് കുറച്ച് മെയിൻറ്റെയിൻ ചെയ്തു. പക്ഷേ ഇവിടെ കണ്ടോ കുറച്ച് ഡാർക്കനായി പോയി. ആ സെയിം സിനാരിയോ തന്നെ രണ്ടും എടുത്തത്, പക്ഷേ ഇവിടെ കുറച്ച് ഡാർക്കനായി പോയി. മേ ബി അത് അപ്ഡേഷനിൽ റെഡി ആവുമായിരിക്കും. ബട്ട് ഡീറ്റെയിലിംഗ് ഒക്കെ കുറച്ചും കൂടെ ക്ലോസ് അപ്പ് ആയിട്ട് കുറച്ചും കൂടെ ഡീറ്റെയിൽ കിട്ടിയിട്ടുണ്ട് ഇവിടെ S24 അൾട്ര. പക്ഷേ ആ ഒരു ഡിമ്മ് വന്നിട്ടുണ്ട് കണ്ടോ, ആ ഒരു നമ്മൾ നോക്കിയറിയാം. കുറച്ചും കൂടെ അറ്റ ഗ്ലാൻസ് നോക്കി കഴിഞ്ഞാൽ പിക്ക് നമുക്ക് ഇഷ്ടപ്പെടുക നമ്മുടെ S23 അൾട്രയുടെ ആണ്. പക്ഷേ കുറച്ചും കൂടെ ക്ലോസപ്പ് അതേപോലെ തന്നെ കുറച്ചും കൂടെ രസമായിട്ട് ഡീറ്റെയിലും കിട്ടിയാണ് S24 അൾട്രയാണ്. നെക്സ്റ്റ് 50 MB മോഡാണ് കേട്ടോ. രണ്ടും പക്കാന്ന് വേണം പറയാൻ, ഒരു ഡീറ്റെയിലിംഗ് ഡിഫറൻസോ ഒന്നും വലിയതായിട്ടില്ല. ആൻഡ് ഇഫ് യു ലുക്ക് റിയലി ക്ലോസ് സ്റ്റിൽ യു ക്യാൻ സീ യാ.
ആൻഡ് എല്ലായിടത്തും എനിക്ക് കുറച്ചും കൂടെ നാച്ചുറൽ ടോൺസ് ഇട്ട് S24 അൾട്ര കൊണ്ടുവരുമോ എന്നൊരു തോന്നുന്നുണ്ട് മിക്ക ഷോട്ട്സും. ആൻഡ് യു ക്യാൻ സീ ഇൻ ദിസ് സിനാരിയോ ഓക്കെ സെയിം ടു സെയിം ആണ് ഫീൽ ചെയ്യാൻ. പക്ഷെ നിങ്ങൾ നോക്കിയാൽ കളേഴ്സിനകത്ത് ഇവിടെ ഒരു ചെറിയ ഡിഫറൻസ് രണ്ടുപേർക്കും ഉണ്ട് കേട്ടോ. നോക്കിയാൽ ഇവിടെ കുറച്ചൊരു ലൈറ്റ്, വളരെ ലൈറ്റ് ആണ് കേട്ടോ, നമ്മൾ ക്ലോസ് ഒബ്സർവേഷനിലേ കിട്ടുള്ളൂ. ഇതാണ് പക്കാ നാച്ചുറൽ. നെക്സ്റ്റ് നമ്മുടെ 100x ഷോട്ട്സ്. സോ താഴത്തെ രണ്ടെണ്ണം S23 അൾട്രയും മേളത്തെ രണ്ടെണ്ണം S24 അൾട്രയാണ് കേട്ടോ. ആൻഡ് നോക്കിയാൽ അറിയാം രണ്ടും രണ്ട് രീതിയിലാണ് കേട്ടോ. കളർ പ്രോസസിങ്ങിനകത്ത് നല്ല ഡിഫറൻസ് വന്നിട്ട് S24 അൾട്ര ആയിട്ട് വന്നപ്പോൾ എല്ലാ സിനാരിയോയിലും അത് എടുത്തറിയുന്നുണ്ട്. ദാറ്റ് മീൻസ് രണ്ട് കമ്പനിയുടെ ഫോൺസ് കമ്പയർ ചെയ്യുന്ന പോലത്തെ ലൈറ്റ് ആയിട്ട് ഫീൽ. ദാറ്റ് മീൻസ് വലിയൊരു ഡിഫറൻസ് ഇല്ല, ബട്ട് സ്റ്റിൽ ദർ ഇസ് എ മൈനർ ഡിഫറൻസ് യു ക്യാൻ സീ. ആൻഡ് ഇത് അതെനിക്ക് തോന്നുന്നത് ഇതാണ് സാച്ചുറേറ്റഡ് ആക്കിയിട്ട് കുറച്ച് പ്രോസസ്സിങ്. അത് നാച്ചുറലിനെ അവർ ഇച്ചിരി ലൈറ്റ്, വെരി ലൈറ്റ് സാച്ചുറേറ്റഡ് ആക്കിയിട്ടുണ്ട്. ആൻഡ് ഡീറ്റെയിലിംഗ് ഒക്കെ രണ്ടിലും പക്കയായിട്ട് പ്രിസർവ് ചെയ്തിട്ടുണ്ട് ആ ഒരു ഡീറ്റെയിലിംഗ് ഒക്കെ. ഇത് പിന്നെ ഷാർപ്പ് ആക്കണ നമുക്ക് ചിലപ്പോൾ I+ ആയിട്ട് തോന്നുക നമ്മുടെ S23 അൾട്രയുടെ ആയിരിക്കും ഇമേജസ്. ആൻഡ് നെക്സ്റ്റ് ലോ ലൈറ്റ്. ഓക്കെ, സോ ഈ സിനാരിയോ നമ്മുടെ ലോ ലൈറ്റ് നമ്മുടെ S23 അൾട്രയുണ്ട്, S24 അൾട്രയാണ്. ആൻഡ് നോക്കിയാൽ 23 അൾട്ര ആ ഒരു ഗ്ലെയർ പിടിച്ചേക്കണുണ്ടോ. ആൻഡ് 24 അൾട്ര AI വെച്ചിട്ട് അത് പക്കയായിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ മാനേജ് ചെയ്യും. ആൻഡ് നെക്സ്റ്റ് ലോ ലൈറ്റ് അഗെയിൻ ആ സെയിം ഡിഫറൻസ് എല്ലായിടത്തും ഉണ്ട് കേട്ടോ. S23 അൾട്ര വേഴ്സസ് 24 അൾട്ര ഉണ്ടോ, ആ ഡിഫറൻസ് ഉണ്ടോ, ആ ഒരു നാച്ചുറൽ ടോൺ വേഴ്സസ് ആ ലോ ലൈറ്റ് ഒരു സാച്ചുറേറ്റ് ചെയ്തിട്ട് കളേഴ്സ് കൂട്ടിയിട്ടുണ്ട്. ഓക്കെ, ആ ഗ്രീൻ കളേഴ്സ് ഒക്കെ നോക്കി അറിയാം. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് ഇച്ചിരി കൂടെ ലോ ലൈറ്റ് ആണ്. ആൻഡ് അവിടെയും ഇവിടെ രണ്ടുപേരും സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. ആ ഒരു ലൈറ്റ് നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. S24 അൾട്രയിൽ ഞാൻ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം ആ ഒരു സെയിം സിനാരിയോ. ഓക്കെ, സോ ലെറ്റ് മീ. ഓക്കെ, സോ ഇതാണ് ഷോട്ട്. നമുക്കിത് ഇവിടെ ഐഡ് ഐക്കണിൽ നിൽക്കാം. എന്തെങ്കിലും ഗ്ലെയർ കളയാനുള്ള ദേഹിക്കണ്ടോ, ഇറേസ് റിഫ്ലക്ഷൻസ് ഓപ്ഷൻ ഞാൻ ജസ്റ്റ് ടാപ്പ് ചെയ്യാം. ഇറേസ് റിഫ്ലക്ഷൻസ്, അനലൈസിങ് റിഫ്ലക്ഷൻസ് ഉണ്ടോ, പക്ക ആ ഇറേസ് ആ റിഫ്ലക്ഷൻ ഉണ്ടോ. ഈ ഉണ്ടായിരുന്ന റിഫ്ലക്ഷൻ ഫുൾ ആയിട്ട് S24 അൾട്രയിൽ പോയി പക്കയായിട്ട് വന്നിട്ടുണ്ട്. സോ അനദർ സ്ട്രഗ്ലിംഗ് ലോ ലൈറ്റ് സിറ്റുവേഷൻ. നോക്കിയറിയാം ലൈറ്റ് ബാക്ക്ഗ്രൗണ്ടും ലോ ലൈറ്റ് സിനാരിയോ ആണ്, ലൈറ്റ് ബാക്ക്ഗ്രൗണ്ടിലാണ്. ആൻഡ് ഈ സിനാരിയോ പെർഫെക്റ്റ് ആയിട്ട് S23 അൾട്ര അത്യാവശ്യം നല്ല രീതിയിൽ പോരാ, ബട്ട് സ്റ്റിൽ S23 അൾട്ര കമ്പാരിറ്റീവ്ലി മാനേജ്ഡ് വെൽ എന്ന് ഞാൻ പറയും. ആൻഡ് S24 അൾട്ര ഉണ്ടോ ആ ഒരു ഫേസിലെ ആ ഒരു ബ്രൈറ്റ്നസും ലൈറ്റിങ്ങും ഒന്നും സെറ്റ് ആയിട്ടില്ല. സോ ഒരു ഓവറോൾ ഒരു ഡാർക്ക് ഔട്ടാണ് എനിക്ക് S24 അൾട്ര കിട്ടിയത്. ബട്ട് S23 അൾട്ര അവിടെ വിന്നാണ്. നെക്സ്റ്റ് സിനാരിയോ S23 അൾട്ര വേഴ്സസ് S24 അൾട്ര. ഈ സിനാരിയോ ഇതും ലോ ലൈറ്റ് തന്നെയാണ്, ബാക്ക്ഗ്രൗണ്ട് നോക്കിയാൽ ലോ ലൈറ്റ് ആണ്. ഓക്കെ, ആൻഡ് ഈ സിനാരിയോ നിങ്ങൾക്ക് നോക്കിയാൽ വാം ടോൺ, നല്ല രീതിയിൽ വാം ടോൺ കയറിയിട്ടുണ്ട് ഈ ലോ ലൈറ്റിൽ S23 അൾട്ര. പക്ഷേ S24 അൾട്ര പക്കയായിട്ട് വാം ഒന്നും കയറിയിട്ടില്ല, പക്ക ഏതാണ് നാച്ചുറൽ ടോൺ അത് തന്നെയാണ് S24 അൾട്ര കിട്ടിയേക്കണേ. സോ ആ ഒരു കേസിൽ എനിക്ക് S24 അൾട്ര ആണ്. ആൻഡ് ഷർട്ടിന്റെ കളേഴ്സ് ഒക്കെ ആണെങ്കിലും ഓക്കെ കൊള്ളാം, രണ്ടിലും കൊള്ളാം. ആൻഡ് ഇതാണ് എനിക്ക് കുറച്ചുകൂടെ പേഴ്സണലി ഇഷ്ടപ്പെട്ടത് കേട്ടോ നമ്മുടെ S24 അൾട്ര. അനദർ സിനാരിയോ ഇത് കണ്ടോ, എൻ്റെ ഫേസ് നല്ല രീതിയിൽ വാമാക്കി. ഇത് കണ്ടോ പക്കായിട്ട് വാമാക്കി വേഴ്സസ് S24 അൾട്ര പക്ക ആ ഫേസിന്റെ എക്സാക്ട് എന്താണോ അത് തന്നെ കൊണ്ടുവന്നത്. ആൻഡ് നെക്സ്റ്റ് നമ്മുടെ ഒരു 5x വേഴ്സസ് 3x ആണ്. ആൻഡ് ഇവിടെയും ആ ഒരു വാം ടോൺ ഉണ്ടല്ലോ വന്നിട്ടുണ്ട്. ഇവിടെ ഈ 5x ഇട്ട് വന്നപ്പോൾ S24 അൾട്രയ്ക്കും ചെറുതായിട്ട് വാം ടോൺ വന്നു. പിന്നെ ആ നൈറ്റിന്റെ അതോട് കുറച്ച് കൂടിയിട്ടുണ്ട്, ഇല്ലെങ്കിൽ അത്ര വരാറില്ല. ബട്ട് സ്റ്റിൽ അറ്റ് എ ഗ്ലാൻസ് കുഴപ്പമില്ലാത്ത ഔട്ടാണ് രണ്ടിനും വന്നേക്കണേ. ആൻഡ് ഐ വുഡ് പിക്ക് ദ 5x ആയിട്ടുള്ള S24 അൾട്ര ആയിരിക്കും ഞാൻ പിക്ക് ചെയ്യുക. ഇവിടെ കുറച്ച് നോയ്സും ഇച്ചിരി ഇഷ്യൂസ് വന്നിട്ടുണ്ട്. ആൻഡ് നെക്സ്റ്റ് എഗെയിൻ ഇത് നമ്മുടെ S23 അൾട്ര വേഴ്സസ് S24 അൾട്ര. അത് നോക്കിയാൽ ഡീറ്റെയിലിംഗ് ഉണ്ടോ, S24 അൾട്രക്കാണ് വന്നേക്കണേ. ഇത് 5x വേഴ്സസ് 3x ആണ്. ഡോമിനോസിന്റെ രണ്ടിന്റെ പിക്കാണ് ഇതാണ് കേട്ടോ. ഇത് ഇപ്പൊ ഇത്തവണ റൈറ്റിലാട്ടോ S23 അൾട്ര, ഇതാണ് ലെഫ്റ്റിലാണ് S24 അൾട്ര. യു ക്യാൻ സി. ആൻഡ് യു ക്യാൻ സി ഇത് കളേഴ്സിൽ നല്ല ഡിഫറൻസ് ഉണ്ട്. ഇവിടെ നോക്കിയറിയാം ഈ വൈറ്റ് നല്ല വൈറ്റ് ആണ് വന്നേക്കണേ. ആൻഡ് ഇവിടെ കണ്ടോ ആ റെഡും ബ്ലൂ ഒക്കെ നല്ലൊരു രസമായിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ S24. ഇത് ലോ ലൈറ്റ് ആണ് കേട്ടോ. ആൻഡ് ഇവിടെ നമുക്ക് ഒരു S23 അൾട്ര അത്ര ഒരു പക്കയായിട്ട് സോളിഡ് ഈ ഒരു ഇമേജ് നോക്കി കണ്ടോ, ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്, ബ്ലെൻഡ് ആയിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ ഏതാണ് കുറച്ചും കൂടെ വൈറ്റ് കളർ നോക്കി കഴിഞ്ഞാൽ നമ്മുടെ S23 നല്ല വൈറ്റ് കളർ കൊണ്ടുവന്നത്. പക്ഷേ ഏതാണ് നല്ല ബ്ലെൻഡ് ആയിട്ട് ആ ഒരു സ്മൂത്ത്നിങ്
കൊണ്ടുവന്നേക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒബ്വിയസ്ലി S24 അൾട്രയാണ്. ആൻഡ് ഇവിടെ കണ്ടോ കുറച്ചും കൂടെ ആ ഒരു കളർ ഒന്ന് എന്താ പറയുക സ്പ്രെഡ് ആയി പോയാണെങ്കിൽ ഫീൽ എടുത്താൽ മീൻസ് ആ ഒരു നോയ്സ് കൊണ്ട് ചെറിയ സ്പ്രെഡ് വന്നു. പക്ഷെ ഇത് പെർഫെക്റ്റ് ആയിട്ട് അവർ അത് മാനേജ് ചെയ്യുന്നുണ്ട് നമ്മുടെ S24 അൾട്രയ്ക്ക്. നെക്സ്റ്റ് അനദർ ലോ ലൈറ്റ് 100X ആണ് കേട്ടോ. ആൻഡ് ഇത് ഒബ്വിയസ്ലി നമ്മുടെ S23 അൾട്ര ആണ്. അറ്റ് എ ഗ്ലാൻസ് നമുക്ക് ഇഷ്ടമായിട്ട് തോന്നുക ആ വൈറ്റ് കളറും ആ റെഡ് കളർ. പക്ഷേ എക്സാക്ട് കളർ എന്ന് വെച്ചാൽ ഒബ്വിയസ്ലി നമ്മൾ ഇതാണ് എക്സാക്ട് കളർ വന്നേക്കണേ. വൈറ്റ് ഇതാണ്, റെഡ് ഇതാണ്. ഇവിടെ നമുക്ക് ആ ബൂസ്റ്റിംഗ് സാച്ചുറേഷൻ്റെ ആ ബൂസ്റ്റിംഗ് വന്നിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മുടെ ഡയറക്ടേഴ്സ് S23 അൾട്രയുടെയും ഡുവൽ റെക്കോർഡ് നമ്മുടെ S24 അൾട്രയുടെയും ഞാൻ ജസ്റ്റ് വീഡിയോ പ്ലേ ചെയ്യാം. S23 അൾട്രയുടെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. ബിക്കോസ് നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെ നമുക്ക് വൈഡ് ആംഗിൾ ടെലിഫോട്ടോ അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യും. പക്ഷേ S24 അൾട്രയിൽ വൺസ് സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ആ ക്യാമറ തന്നെ ചൂസ് ചെയ്യാനേ പറ്റുള്ളൂ. സോ അതെനിക്കൊരു മൈനർ ഡിസഡ്വാൻറ്റേജ് ആയിട്ട് തോന്നി. ഇതാണ് നമ്മുടെ S23 അൾട്ര, ഇതാണ് നമ്മുടെ S24 അൾട്ര. രണ്ടും നല്ല സ്പീഡിൽ 4K at 60 FPS വിത്ത് സ്റ്റഡി വീഡിയോ മോഡാണ് കേട്ടോ. രണ്ടും പക്ക, ഒന്നും പറയാനില്ല, പക്ക സ്റ്റെബിലൈസ്ഡ് ആണ്. S24 അൾട്ര ഒന്ന് ക്ലോസപ്പ് നോക്കിയോ. ഞാൻ ചിരിക്കുമ്പോൾ തലയിലൊരു ചെറിയൊരു ഗ്ലിച്ച് തന്നെ ഉണ്ടോ, ശ്രദ്ധിച്ചറിയാം. ഞാൻ ഒന്നോടെ ഒന്ന് പ്ലേ ചെയ്യാം. S24 അൾട്രയിട്ട് പോകാം നമുക്ക്. അപ്പൊ ഞാൻ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ തലയിൽ ചെറിയൊരു ഗ്ലിച്ച് കണ്ടോ, തല ഇങ്ങനെ വെട്ടി മാറ്റി വെക്കണ സംഭവം കണ്ടോ. സോ അങ്ങനെ ചെറിയ ഇഷ്യൂ എനിക്ക് ഫീൽ ചെയ്തു. എന്തോ ഒരു ഗ്ലിച്ച് ആണ്. മേ ബി സോഫ്റ്റ്വെയർ അപ്ഡേഷനിൽ ഒബ്വിയസ്ലി സോഫ്റ്റ്വെയർ അപ്ഡേഷൻ ശരിയാവും. ആൻഡ് സോ അവിടെ ഞാൻ ആ ഇഷ്യൂ ഉള്ള കാരണം S23 അൾട്രയാണ് വിൻ കൊടുക്കുക. നെക്സ്റ്റ് നമ്മുടെ ഫ്രണ്ട് ക്യാമറ വീഡിയോ റെക്കോർഡിംഗ് ആണ്. ആൻഡ് യു ക്യാൻ സി ലെഫ്റ്റിൽ S23 അൾട്ര, ഇതാണ് റൈറ്റിലാണ് S24 അൾട്ര. ഞാൻ ജസ്റ്റ് വൺസ് മോർ പ്ലേ ചെയ്യാം. S23 അൾട്ര, S24 അൾട്ര രണ്ടും പക്കയാണ്. പക്ഷേ ഫേസിൽ എനിക്ക് എന്താ കുറച്ചും കൂടെ ഡീറ്റെയിലിംഗ് എനിക്ക് S23 അൾട്ര ഫീൽ ചെയ്തിട്ടുണ്ട് S24 അൾട്രനെക്കാളും. ഇനി ആംഗിൾ ആണോ അറിയില്ല, ബട്ട് സ്റ്റിൽ ഐ പ്രിഫർ S23 അൾട്ര. ആ ഫേസിൽ കുറച്ചും ഡീറ്റെയിൽസ് എനിക്ക് തോന്നുന്നു. ഇവിടെ കുറച്ചൊരു ഡാർക്കനായി പോയൊരു ഫീൽ. നെക്സ്റ്റ് നമ്മുടെ UHD at 120 FPS വീഡിയോ റെക്കോർഡിംഗ് ആണ് കേട്ടോ. പക്ക സൂപ്പർ സ്മൂത്ത്. ദാറ്റ് മീൻസ് എത്ര ഫ്രെയിംസ് നല്ല ഒഴുകി നടക്കുന്ന പോലത്തെ വീഡിയോ ആണ് നമ്മുടെ UHD at 120 FPS. സോ അത് മൈറ്റ് ബി യൂസ്ഫുൾ ഫോർ സം പീപ്പിൾ. ഒരു iPhone 14 Pro Max 15 Pro Max ഒക്കെ യൂസ് ചെയ്ത ഒരാൾ S24 അൾട്ര എടുക്കുകയാണെങ്കിൽ അയാൾക്ക് വലിയൊരു മാറ്റം തോന്നും. കാരണം ഇത് ഡൈവ് ചെയ്തേക്കണം നാച്ചുറൽ ടോൺസിന് കുറച്ചും കൂടെ ഡൈവ് ചെയ്തു. S23 അൾട്രയുടെ കുറച്ച് കോൺസ് ഉണ്ട്. ലൈക്ക് നമ്മുടെ നല്ല രീതിയിൽ വാം ടോൺ വരുന്ന ഗാലക്സി S24 അൾട്ര ഇപ്പോഴും മൈനറായിട്ട് നമ്മൾ കണ്ട ആ ഒരു റിഫൈൻമെന്റിന്റെ കുറച്ച് ഏരിയാസ് ഉണ്ട്. ലൈക്ക് നമ്മുടെ ലോ ലൈറ്റ് ഫോട്ടോഗ്രാഫി, അതേപോലെ നമ്മുടെ വീഡിയോഗ്രാഫിയിൽ കണ്ട ഗ്ലിച്ചസ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. പിന്നെ ലോ ലൈറ്റ് വീഡിയോഗ്രാഫിയിലും കുറച്ച് ഇഷ്യൂസ് ഞാൻ കണ്ടു. സോ അതൊക്കെ ഒന്ന് റിസോൾവ് ആയി കഴിഞ്ഞാണ്ടല്ലോ പക്കയായിട്ടായിരിക്കും ഒരു ക്ലിയർ വിന്നർ തന്നെയായിരിക്കും S23 അൾട്ര വെച്ച് നോക്കുമ്പോൾ നമ്മുടെ S24 അൾട്ര. Okay, so guys, that's it for today. Signing off, it's Phone Mania.